ആംഗ്ലിക്കൻ സഭാതലവൻ കാൻറ്റർബറി ആർച്ച് ബിഷപ്പ് ജസ്റ്റിൻ വെൽബി രാജിവെച്ചു. ദശാബ്ദങ്ങൾക്ക് മുമ്പ് സഭയുടെ അവധിക്കാല ക്യാമ്പുകളിൽ നടന്ന ബാലപീഡനങ്ങൾ മറച്ചുവെച്ചു എന്ന അന്വേഷണ റിപ്പോർട്ടിന് പിന്നാലെയാണ് രാജി. ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു ബിഷപ്പ് സഭയുടെ വീഴ്ച അംഗീകരിച്ച് രാജിവെക്കുന്നത്. 1970കളുടെ അവസാനത്തിലും 80കളുടെ തുടക്കത്തിലുമായി സഭയുടെ അവധിക്കാല ക്യാമ്പുകളിൽ പങ്കെടുത്ത 100ഓളം ആൺകുട്ടികളാണ് ക്രൂരമായ ലൈംഗിക ശാരീരിക പീഡനങ്ങൾക്ക് ഇരയായത്. അഭിഭാഷകനും ചാരിറ്റി ട്രസ്റ്റ് ഐവോണിന്റെ മുൻ ചെയർമാനുമായ ജോൺ സ്മിത്ത് ആയിരുന്നു പ്രതി. 40 വർഷത്തോളം ഇംഗ്ലണ്ടിലെ ഡോർസെറ്റിലെ ക്യാമ്പുകളിൽ വോളണ്ടിയറായി പ്രവർത്തിച്ചാണ് ഇയാൾ ചൂഷണങ്ങൾ നടത്തിയത്. ഇതേ കാലയളവിൽ ക്യാമ്പുകളുടെ നേതൃത്വം വഹിച്ചിരുന്നുവെങ്കിലും ചൂഷണങ്ങളെക്കുറിച്ച് യാതൊരു അറിവുമുണ്ടായിരുന്നില്ല എന്നാണ് നീണ്ടകാലത്തോളം ജസ്റ്റിൻ വെൽബി അവകാശപ്പെട്ടിരുന്നത്. എന്നാൽ ആർച്ച് ബിഷപ്പായി സ്ഥാനമേറ്റ 2013 തന്നെ ഇതിനെക്കുറിച്ച് വിൽബിക്ക് അറിവ് ലഭിച്ചതായാണ് അന്വേഷണ റിപ്പോർട്ട്. എന്നാൽ 2017 ആൻഡ്രൂ ജോൺ വാട്സൺ എന്ന മറ്റൊരു ആംഗ്ലിക്കൻ ബിഷപ്പ് കുട്ടിയായിരിക്കെ സ്മിത്തിന്റെ ഇരയായെന്ന് വെളിപ്പെടുത്തൽ നടത്തിയപ്പോൾ മാത്രമാണ് ചൂഷണങ്ങളുടെ കഥ പുറത്തുവരുന്നത്. തുടർന്ന് അന്വേഷണം ആരംഭിച്ചെങ്കിലും 2018 ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് പ്രതിയായ ജോൺ സ്മിത്ത് മരിച്ചു. ഇതോടെ കേസും അവസാനിച്ചു. 2013 തന്നെ ആർച്ച് ബിഷപ്പ് അന്വേഷണത്തിന് തയ്യാറായിരുന്നുവെങ്കിൽ ഇരകൾക്ക് ലഭിക്കാവുന്ന നീതിയാണ് നിഷേധിക്കപ്പെട്ടതെന്നാണ് റിപ്പോർട്ടിൽ വിമർശനമുണ്ടായത്. ഈ റിപ്പോർട്ട് പുറത്തുവന്ന 5ാം ദിവസം സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയാണ് ബിഷപ്പിന്റെ രാജി. ബാലപീഡന ആരോപണങ്ങളിൽ ഇതാദ്യമായാണ് ഒരു സഭാധ്യക്ഷന്റെ രാജി ഉണ്ടാകുന്നത്. കുട്ടികളുടെ സംരക്ഷണയിൽ സഭയും വീഴ്ച വരുത്തിയെന്ന കുറ്റസമ്മതത്തോടെയുള്ള രാജി ഇരകൾക്കും സഭാവിശ്വാസികൾക്കും ആശ്വാസമാണ്. അതേസമയം രാജിയോടെ ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് വിൽബിയുടെ പിൻഗാമിയെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ലെസ്റ്റർ ബിഷപ്പ് മാർട്ടിൻ സ്നോ, നോർവിച്ച് ബിഷപ്പ് ഗ്രയം അഷർ, ചെംസ്ഫോർഡ് ബിഷപ്പ് ഗുലി ഫ്രാൻസിസ് ദഹ്ഗാനി എന്നിവരാണ് സാധ്യതാ പട്ടികയിലുള്ളത്. ഇറാനിയൻ പാരമ്പര്യമുള്ള ഗുലി ഫ്രാൻസിസ് ദഹ്ഗാനി 106ാമത് ആർച്ച് ബിഷപ്പായി തെരഞ്ഞെടുക്കപ്പെട്ടാൽ ആർച്ച് ബിഷപ്പ് പദവിയിലെത്തുന്ന ആദ്യ വനിത കൂടിയാകും. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.